ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ, തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്ത് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അവൻ്റെ മുത്തഖീങ്ങളിലും സ്വാലിഹീങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ബാബു മാ ജാഅ ഫീ സിഫത്തി നൗമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉറക്ക് എപ്രകാരമായിരുന്നു എന്ന് പറയുന്ന പാഠമാണ്. നബി തങ്ങൾ ഉറങ്ങിയ മാതിരിയാണല്ലോ നമ്മൾ ഉറങ്ങേണ്ടത്. അൻ അബ്ദുല്ലാഹി ബിൻ യസീദ് അൻ ബറാഇ ബിൻ ആസിബ് റളിയല്ലാഹു തആല അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ അഖദ മദ്ജഅഹു, കടന്നാൽ വദഅ കഫഹുൽ യമീൻ തഹത്ത ഖദ്ദിഹിൽ അയ്മൻ, ഖിബലക്ക് തിരിഞ്ഞിട്ടാണ് കിടക്കുക. ഉറങ്ങാൻ കിടക്കുമ്പോൾ തൻ്റെ വലത് കൈ വലത് കവിളിൻ്റെ താഴെ വെക്കും. വലത് കൈ വലത് കവിള്, മുഖത്തിൻ്റെ ഭാഗത്തിനാണ് കവിള് എന്ന് പറയാം. ചെരിഞ്ഞ് കിടക്കുമ്പോൾ അങ്ങനെ കൈ മടക്കി വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, മടക്കിയോ ഏതായാലും കൈ വെക്കും വലത് കൈ. എന്നിട്ട് പറയും, റബ്ബി ഖിനി അദാബക യൗമ തുബ്അസു ഇബാദക, അല്ലാഹുവേ നിൻ്റെ അദാബിനെ തൊട്ട് എന്നെ നീ കാക്കണമേ. യൗമ തുബ്അസു ഇബാദക, നിൻ്റെ അടിമകളെ നീ പുനർജന്മം നടത്തുന്ന സമയത്ത്, ബഅസിൻ്റെ സമയത്ത് നീ എന്നെ കാക്കണമേ എന്ന് നീയും. നബി തങ്ങൾക്ക് അല്ലാഹുവിൻ്റെ അദാബ് ഉണ്ടായിട്ടൊന്നും അല്ലപ്പോൾ അത്. പിന്നെന്താ, അല്ലാഹു തആലയുടെ റസൂലിൻ്റെ താഴ്മയും വിനയവും അള്ളാഹുവിൻ്റെ മുന്നിലുള്ള തൻ്റെ കീഴ്പ്പെടലും പ്രകടിപ്പിക്കലാണ് ഉദ്ദേശം. റബ്ബി ഖിനി അദാബക യൗമ തുബ്അസു ഇബാദക. അറബിയിൽ തന്നെ പറയണമെന്നൊന്നുമില്ല, മലയാളത്തിൽ പറഞ്ഞാലും മതി. അള്ളാഹുവിൻ്റെ അദാബിനെ തൊട്ട് കാക്കണമെന്ന്. കാരണം ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നുള്ളതൊരു പുനർജന്മമാണ്. അപ്പോൾ ആ പുനർജന്മത്തെ ആലോചിച്ചുകൊണ്ടാണ് പറയുന്നത്, പടച്ചോനെ എനിക്ക് ഇതേമാതിരി ഒരു മഹ്ശറുണ്ട് മരിച്ചതിന് ശേഷം, ആ മഹ്ശറയിൽ നിൻ്റെ അദാബിനെ തൊട്ട് നീ എന്നെ കാക്കണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉറക്കിൻ്റെ രീതി രാത്രിൻ്റെ ആദ്യത്തിൽ ഉറങ്ങുക എന്നുള്ളതാണ്. 11-12 മണിയാകാൻ കാത്തിക്കൂല. ചിലപ്പോൾ ഉണ്ടാവും, ഇശസ്കാരമൊക്കെ ഉണ്ടല്ലോ. രാത്രിയുടെ ആദ്യത്തിൽ ഉറങ്ങുക എന്നുള്ളതാണ്. എന്നിട്ട് അർദ്ധരാത്രി എണീക്കുക എന്നുള്ളതാണ്. ജീവിതത്തിൽ ഒരാൾക്ക് പതിവാക്കാൻ പറ്റുകയാണെങ്കിൽ ജീവിതത്തിലേ ആർക്കെങ്കിലും പതിവാക്കാൻ പറ്റുകയാണെങ്കിൽ ഇതിനേക്കാളും വലിയ നല്ലൊരു മെത്തേഡില്ല ഇബാദത്തെടുക്കാൻ. കാരണം അത്രയും ശ്രേഷ്ഠമാണ് ആ സമയം. ഏത് സമയം? അർദ്ധരാത്രിയുടെ സമയം എന്ന് പറയുന്നത്. എന്നിട്ട് അർദ്ധരാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എണീക്കും, മിസ്വാക്ക് ചെയ്യും, വുദു എടുക്കും. എന്നിട്ട് ഒരു 5 മണിക്കൊക്കെയാണ് ബാങ്ക് കൊടുക്കണമെങ്കിൽ ഒരു 4 മണി സമയത്ത് എന്ത് ചെയ്യും, വീണ്ടും കിടക്കും. 1 മണിക്കൂർ സമയം കിടക്കും. രാത്രിയുടെ 6 ഭാഗം എത്തുമ്പോൾ കിടക്കും എന്നാണ് ഹദീസ് കാണുന്നത്. അർദ്ധരാത്രി എണീക്കുന്നു, നേരത്തെ ഉറങ്ങുന്നു, അർദ്ധരാത്രി എണീക്കുന്നു, പിന്നെ 1 മണിക്കൂറോ 1.5 മണിക്കൂറൊക്കെ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ ബാക്കിയുണ്ടാകുന്ന സമയത്ത് വീണ്ടും തൻ്റെ ഭാര്യമാരോടൊപ്പം പോയി കിടക്കുന്നു. എന്നിട്ട് ആ സമയത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധപ്പെടലുകളൊക്കെ നടക്കുന്നു. രാത്രിയുടെ തുടക്കത്തിലല്ല, അവസാനത്തിൽ. അല്ലെങ്കിൽ ആ സമയത്ത് അവരുമായിട്ട് സംസാരിക്കും. അവരൊക്കെ തഹജ്ജുദൊക്കെ നിസ്കരിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ.
അല്ലെങ്കിൽ സുബൈൻ്റെ തൊട്ട് മുമ്പ് വരെ ഉറങ്ങും. ഇങ്ങനെയൊക്കെ ഉണ്ടാവുക. ഒന്നിരിക്കൽ സുബൈൻ്റെ മുമ്പുള്ള 1.5 മണിക്കൂർ സമയത്ത് എന്ത് ചെയ്യും, ഒന്നിരിക്കൽ ഭാര്യമാരോടൊപ്പം കിടപ്പറ പങ്കിടുക എന്നുള്ള ഒന്നിക്കൽ അത് ഉണ്ടാവും. അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കും, അതല്ലെങ്കിൽ ഉറങ്ങും. ഈ 3-4 കാര്യമാണ് ചെയ്യുക. ഏതായാലും ആവശ്യത്തിലധികം ഒരിക്കലും ഉറങ്ങിയിരുന്നില്ല, ആവശ്യമുള്ളത് തടഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ പറയാം. ആവശ്യത്തിലധികം സ്വീകരിച്ചതുമില്ല, ആവശ്യം നബി തങ്ങൾ ഒഴിവാക്കിയതും ഇല്ല. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉറക്കൻ്റെ ശൈലി. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഒരു 9 മണിക്കൊക്കെ ഉറങ്ങാൻ തുടങ്ങുകയാണെങ്കിൽ ഇശ നിസ്കരിച്ച് ഭക്ഷണം കഴിച്ച്, അല്ലെങ്കിൽ ഇശൻ്റെ മുമ്പാണ് ഭക്ഷണം കഴിക്കാൻ നല്ലത്, മഗ്‌രിബ് നിസ്കരിച്ചിട്ടൊക്കെ ഭക്ഷണം കഴിച്ച് ഇശ നിസ്കരിച്ചിട്ട് വേഗം ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് 12 മണിക്കോ 1 മണിക്കൊക്കെ എണീക്കാൻ പറ്റും. പിന്നെ 2 മണിക്കൂറോ 3 മണിക്കൂറോ ഒക്കെ ഭാഗത്തെടുക്കാൻ പറ്റും, ഒരു ക്ഷീണവും ഉണ്ടാവില്ല. എന്നിട്ട് സുബൈൻ്റെ തൊട്ട് മുമ്പ് എന്ത് ചെയ്യുക, ഉറങ്ങുകയോ മറ്റു കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. സുബഹ് വാങ്ങി കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുക, വീണ്ടും എണീക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉറക്കൻ്റെ ശൈലി അങ്ങനെയായിരുന്നു. അപ്പോൾ നബി തങ്ങൾ അല്ലാഹു തആലാനെ സ്മരിച്ചുകൊണ്ട് വലത് ഭാഗം ചെരിഞ്ഞാണ് കിടക്കുക. അപ്പം പള്ള നിറച്ച് കിടക്കൂല, വെള്ളം കുടിച്ചിട്ടും വെള്ളം കൊണ്ടോ ഭക്ഷണം കൊണ്ടോ വയറ് നിറക്കാതെ ഒരു കാലി വയറായിട്ടാണ് കിടക്കുക. ഒരിക്കലും പള്ള നിറച്ചിട്ട് കിടക്കാൻ പാടില്ല. ഇന്ന് മുതൽ ആരെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ മാറ്റം വരുത്തിക്കോളും. വയറ് നിറച്ച് കിടക്കരുത്, നിറയെ വെള്ളം കുടിച്ചിട്ടും കിടക്കരുത്. വയറിന് നല്ല ലൂസായിട്ട് വേണം കിടക്കാൻ. കാരണം ഉറങ്ങുന്നതോടുകൂടി ഒരാളുടെ ശരീരം പിന്നെ ചലിക്കൂല. ശരീരം ചലിക്കാതിരിക്കുമ്പോൾ അത് നമ്മുടെ ദഹനത്തിന് പ്രശ്നമാണ്. നമ്മുടെ ശരീരം ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ വേഗം ദഹിക്കുമല്ലോ. ഇപ്പോൾ നമ്മൾ ചോറ് കഴിച്ചായിട്ട് കിടന്നാൽ ദഹിക്കണ മാതിരിയല്ല ചോറ് കഴിച്ചായിട്ട് നടന്നാൽ. 2 മണിക്കൂർ നടക്കുമ്പോൾ അതൊക്കെ ദഹിച്ചിട്ടുണ്ടാവും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ ബെഡിലായിരിക്കും കിടക്കുക. ബെഡ് എന്ന് പറഞ്ഞാൽ ഈത്തപ്പനയുടെ ചകിരിയില്ലേ, ചകിരിൻ്റെ ബെഡൊക്കെ പഴയ കാലത്ത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. ചകിരിയൊക്കെ ഈ തേങ്ങൻ്റെ ചകിരി കൊണ്ടൊക്കെ കടഞ്ഞുണ്ടാക്കിയ എന്നതുപോലെ ഈത്തപ്പനൻ്റെ ചകിരിയുണ്ട്, അതിൻ്റെ ഇല പട്ട ചതച്ചെടുത്താലേ കിട്ടും. അങ്ങനത്തെ വിരിപ്പ് ഉണ്ടാകാറുണ്ട് അവർക്ക്. അല്ലെങ്കിൽ ചിലപ്പോൾ തോലിൻ്റെ വിരിപ്പുണ്ടാകും, തോല് വിരിച്ച് കിടക്കുന്ന പരിപാടിയില്ല അവർക്ക്. നമ്മൾ പായി എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞു അതിൽ. അപ്പോൾ ഒന്നിരിക്കൽ അങ്ങനെ, അതല്ലെങ്കിൽ നേരെ പായിൽ തന്നെ കിടക്കും. ഈത്തപ്പന ഓല കൊണ്ടുണ്ടാക്കിയ പായിൽ, ചിലപ്പോൾ തോലിൽ, ചിലപ്പോൾ ഒന്നുമില്ലാതെ നേരെ ഭൂമിയിൽ തറയിലും കിടക്കും. നേരെ മണ്ണിലും കിടക്കും, തറയിലും കിടക്കും. അപ്പോൾ വലതുവശം ചെരിഞ്ഞ് കിടക്കുക എന്നുള്ള ഒരു സുന്നത്താണ്. അതെന്തിനാന്ന് വെച്ചാൽ ഉറക്ക് പെട്ടെന്ന് തീരാൻ വേണ്ടിയാണ്. നല്ല പള്ളൊക്കെ നിറച്ച് നല്ല വലിയ ബെഡിലൊക്കെ ഉഷാറാക്കിയിട്ട് കിടന്നാൽ പിന്നെ ഉണരൂലല്ലോ. അപ്പോൾ ഉറക്കിന് പെട്ടെന്ന് ഉണരാൻ വേണ്ടിയും കൂടുതൽ ഉറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലുന്ന കാര്യമാണ്. അൻ ഹുദൈഫത്ത് റളിയല്ലാഹു അൻഹു കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ വാല ഫിറാശിഹി, നബി തങ്ങൾ കിടപ്പറയ്ക്ക് ചെന്നാൽ കാല പറയുമായിരുന്നു, അല്ലാഹുമ്മ ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഅഹ്യ, നിൻ്റെ നാമത്തിൽ അല്ലാഹുവേ ഞാൻ മരിക്കുന്നു, ഞാൻ ജീവിക്കും, എന്നുവെച്ചാൽ ഞാൻ ഉറങ്ങുന്നു, ഞാൻ ഉണരും എന്ന് പറയുമായിരുന്നു. ഉണരുമ്പോൾ പറയും അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതന വഇലൈഹിൻ നുശൂർ, നമ്മളെ മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ച അള്ളാഹുവിന് സർവസ്തുതി, വഇലൈഹിൻ നുശൂർ, അവനിലേക്ക് തന്നെയാണ് നമ്മളെ ഒരുമിച്ച് കൂട്ടപ്പെടുക എന്നും പറയുമായിരുന്നു. നമ്മളൊക്കെ പഠിച്ച ദിക്റാണ് ബിസ്മിക അല്ലാഹുമ്മ, നിൻ്റെ നാമത്തിൽ ഞാൻ ഉറങ്ങുന്നു, അള്ളാഹു അവനെന്നെ മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ ഉറക്കാണ് ഉദ്ദേശം. മറ്റൊരു ഹദീസ്, ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ അലാ ഫിറാശിഹി കുല്ല ലൈലത്തിൻ ജമഅ കഫൈഹി, നബി തങ്ങൾ എല്ലാ രാത്രിയിലും
തൻ്റെ വിരിപ്പിലേക്ക് ചെന്നാൽ ജമാ കഫൈഹി, രണ്ട് കൈകളും നബി തങ്ങൾ കൂട്ടിപ്പിടിക്കും. രണ്ട് കൈകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂട്ടിപ്പിടിക്കും. ഫനഫസ ഫീഹിമ, എന്നിട്ട് ആ കയ്യിൽ ഊതി എന്താ ഊതുക? വഖറാ ഫീഹിമ ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിന്നാസ് എന്ന് ഊതും. സുമ മസഹ ബിഹിമ, പിന്നെ അതുകൊണ്ട് തടവും. മസ്തതാമിൻ ജസദിഹി, ശരീരത്തിൽ നിന്ന് തടവാൻ എത്തുന്ന ഭാഗങ്ങളൊക്കെ കൈകൊണ്ട് തടവും. തുടക്കം യബ്ദഉ ബിഹിമ റഅസുഹു, ആദ്യം തല കൊണ്ടാണ് തുടങ്ങുക, തലയിൽ ആദ്യം തടവും. വജ്ഹഹു, പിന്നെ മുഖത്ത്, പിന്നെ തലയും മുഖവും കഴിഞ്ഞിട്ട് വമാ അഖബല മിൻ ജസദിഹി, ശരീരത്തിൻ്റെ മുൻഭാഗം. യസ്നഉ ദാലിക സലാത്ത്, ഇതൊക്കെ 3 വട്ടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുമായിരുന്നു. അപ്പോൾ ഖുൽ അല്ലാഹു ഖുൽ റബ്ബിന്നാസ് ഒരട്ടം ഓതും, എന്നിട്ട് കയ്യിൽ ഊതും, തടവും, വീണ്ടും ഓതും 3 വട്ടം, ഖുർആൻ ഓതും, എന്നിട്ട് ഇത് 3 വട്ടം ആവർത്തിക്കുമായിരുന്നു. 3 വട്ടം കഴിയാത്ത ആൾക്കാർ ഒരട്ടെങ്കിലും ചെയ്യാം. വൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ, ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ പറയുന്ന ദിക്റാണത്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. നമ്മളെ ഉറക്കിൽ നിന്ന് ഉണർത്തിയ അള്ളാഹുവിന് സർവസ്തുതി. ഉണരുക എന്നുള്ളത് ഒരു വലിയ നിഅമത്താണ്. ഉറക്കുന്ന് ഉണരുക എന്നുള്ളത് അള്ളാഹു മനുഷ്യന് നൽകിയ വലിയൊരു നിഅമത്താണ്. കാരണം മറ്റ് ജീവികളെ മാതിരിയല്ല. ജീവികളിപ്പോൾ ഉണർന്നാലും ഉണർന്നിട്ടില്ലെങ്കിലും അവർക്ക് പ്രത്യേക റോളൊന്നുമില്ല, തിന്നുക എന്നുള്ള റോള് മാത്രമേ ഉള്ളൂ. പക്ഷെ മനുഷ്യനങ്ങനെയല്ലല്ലോ. അവൻ ഉണരുമ്പോഴാണ് ഇബാദത്തെടുക്കാൻ കഴിയുക, അവൻ ഉണരുമ്പോഴാണ് അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുക. വൈലൈഹിൻ നുശൂർ, അവനിലേക്കാണ് മരണത്തിന് ശേഷം പുനർജന്മം, അള്ളാഹുവിൻ്റെ അടുത്തേക്കാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉണർച്ചൻ്റെ സമയത്ത് ചിന്തിക്കേണ്ട കാര്യമാണത്. അള്ളാഹു തആലാൻ്റെ ബഅസിനെക്കുറിച്ച് എത്ര ഉറക്കിൽ നിന്ന് എണീറ്റാലും ലാസ്റ്റ് ഒരു ഉറക്കിൽ നിന്നുള്ള എണീക്കലുണ്ട്. അത് അള്ളാഹു തആലാൻ്റെ മഹ്ശറയിലേക്കുള്ള എണീക്കലാണ് എന്നൊരു ബോധം നൽകൽ കൂടി ഈ ദിക്റിലുണ്ട്. ഏത് ദിക്റിൽ? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ, മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ച അള്ളാഹുവിന് സർവസ്തുതി. വഇലൈഹിൻ നുശൂർ, മരണശേഷമുള്ള പുനർജന്മവും അള്ളാഹുവിൻ്റെ അടുത്തേക്ക് മാത്രമാണ് എന്ന്. അടുത്തത് അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാമ ഹത്താ നഫഖ, നബി തങ്ങൾ ഒരിക്കൽ ഉറങ്ങി. ഹത്താ നഫഖ, അങ്ങനെ നബി തങ്ങൾ എന്ത് ചെയ്തു? കൂർക്കം വലിച്ചു. കൂർക്കം വലിക്കാനും ചെറിയ കൂർക്കം വലി കേട്ടോ, അല്ലാതെ ഈ ഒന്നായിട്ട് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന കൂർക്കം വലിയല്ല. ഒരു ചെറിയ രീതിയിലൊക്കെ കൂർക്കം വലിയുണ്ടോ എന്നൊക്കെ പറയുന്ന ചെറിയൊരു വായിൽ നിന്നുണ്ടാകുന്ന ചെറിയൊരു ശബ്ദം. ചില ആൾക്കാർക്ക് ഉണ്ടാവും വച്ച, ആൾക്കാർക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റില്ല. അങ്ങനത്തെ ആൾക്കാർ ചികിത്സിക്കണം. അത് ആളുകൾ പറയാൻ മടിക്കും. കൂടെ ജീവിക്കുന്ന ആൾക്കാർ ഉറങ്ങാനും പോലും പറ്റാത്ത രീതിയിൽ ഭയങ്കര രീതിയിൽ കൂർക്കം വലിക്കും. അപ്പോൾ നീ എന്താ ഈ കൂർക്കം വലിക്കുന്നു എന്ന് പറയാനൊന്നും ഇഷ്ടമുണ്ടാവില്ല അയാൾക്ക്. പക്ഷെ അത് രോഗത്തിൻ്റെ ഭാഗമാണ്. അത് കഫത്തിൻ്റെയും അല്ലെങ്കിൽ വേറെ കുറച്ച് ഹാർട്ടിൻ്റെയൊക്കെ ചില പ്രോബ്ലംസുകളാണ്. അതിന് ചികിത്സയും മരുന്നൊക്കെ ഉണ്ട്. അതാൾക്കാർ നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂർക്കം വലിച്ചു. ഞാൻ മുമ്പിൻകര അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. കൂടെയുള്ള ആൾ കൂർക്കം വലിക്കും. കൂർക്കം വലിക്കുക എന്നൊക്കെ പറഞ്ഞാൽ റൂമൊക്കെ മാത്രമല്ല, അങ്ങനെ ഇടി പൊട്ടണ മാതിരിയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കിപ്പോൾ എങ്ങനെ കൂടുതൽ ആൾക്കാരോട് പറയാം കൂർക്കം വലിക്കുന്നുണ്ടെന്ന് എങ്ങനെ പറയാം? ലാസ്റ്റ് ഞാനിങ്ങനെ പറഞ്ഞു, നല്ല ശബ്ദമുണ്ട്. അപ്പം മൂപ്പര് പെട്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂർക്കം വലിച്ചില്ല ഇനി പറഞ്ഞു. അപ്പോൾ അതിനെ നിസ്സാരമാക്കുകയാണ്. എന്നിട്ട് നമ്മളെന്ത് ചെയ്യും? ഈ കൂർക്കം വലി സഹിക്കാൻ കഴിയാതെ റൂമിൽ നിന്ന് പോയിട്ട് പുറത്തോടെങ്കിലും പോയി കിടന്നുറങ്ങാൻ ചെയ്യുക. ചെറിയ കൂർക്കം വലിയല്ലപ്പാ, ഒരു
അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവും. നമുക്കിപ്പോൾ പറയാനല്ലേ പറ്റുള്ളൂ. കൂർക്കം വലിപ്പം മൂപ്പര് മനഃപൂർവ്വം ഉണ്ടാക്കണമല്ലല്ലോ. അപ്പം അതിന് ന്യായം കണ്ടെത്തരുത്. റസൂൽ കൂർക്കം വലിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു സ്വാഭാവികമായിട്ട് മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന അതാണ്. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു വന്നിട്ട് ഫാദനഹു ബിസ്സലാത്തി, നിസ്കാരത്തിന് സമയമായി എന്നുള്ള അറിയിപ്പ് കൊടുത്തു. വീട്ടിലുണ്ടാവുക. ഫഖാമ ഫസ്വല്ല, അങ്ങനെ നബി എന്ത് ചെയ്യുന്നു? എണീറ്റു നിസ്കരിച്ചു. ഒരമെത്തവന്ന വുദു എടുത്തില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുദു എടുക്കേണ്ട ആവശ്യമില്ല. നബി തങ്ങൾക്ക് ഉറങ്ങിയാൽ വുദു മുറിയില്ല എന്നുള്ളതാണ്. കാരണം നബി തങ്ങളുടെ ഹൃദയം വറക്കാണ്, കണ്ണ് മാത്രമേ ഉറങ്ങുന്നുള്ളൂ. നമ്മൾ കണ്ണും ഹൃദയം ഉറങ്ങുമല്ലോ. നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മനസ്സുകൊണ്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണ് ഉറങ്ങുന്നുള്ളൂ, ശരീരത്തിൻ്റെ ക്ഷീണം തീരാൻ. മനസ്സ് അപ്പോഴും അള്ളാഹുവിൻ്റെ മാരിഫത്തിലും ഫിക്റിലും ഒക്കെയാണ്. അപ്പോൾ നബിതങ്ങളിൽ നിന്ന് വുദു മുറിയുന്ന സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ നബിതങ്ങൾക്ക് അറിയാൻ പറ്റും. ഉറങ്ങിയാൽ നമ്മളൊക്കെ വുദു മുറിയാൻ കാരണം എന്താ? നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മുന്നൂകൂടി പിന്നീകൂടും പോകണമെന്ന് നമ്മളറിയില്ല, കാറ്റ് പോകും ഒക്കെ. അപ്പോൾ നബിതങ്ങൾ അങ്ങനെയല്ല, നബിതങ്ങളുടെ നല്ല ബസീറത്തിലാണുള്ളത്. അപ്പോൾ നബി നിസ്കരിച്ചു, വുദു എടുത്തില്ല എന്ന് പറഞ്ഞു, അതിന് വേണ്ടി പറഞ്ഞതാണ്. അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി കാന ഇദാ ആവാ ഇലാ ഫിറാശി അൽഹംദുലില്ലാഹി അല്ലദീ. നബി തങ്ങൾ കിടക്കാൻ ചെന്നാൽ നബി പറയായിരുന്നു, ഇങ്ങനെയും പറയാറുണ്ട്, അൽഹംദുലില്ലാഹി അല്ലദീ അത്അമനാ വസഖാനാ വകഫാനാ വആവാനാ ഫക്കം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഅ്വി. അള്ളാഹു ചെയ്ത നിഅമത്തിനെ കുറിച്ച് ചിന്തിക്കലാണത്. കാരണം നബി പറയുന്ന വർത്താനം നോക്കി നിങ്ങൾ, എന്തൊരു അർത്ഥമുള്ള സംസാരമാണ്. അള്ളാഹു അൽഹംദുലില്ലാഹി അല്ലദീ അത്അമനാ, ഭക്ഷണം നൽകിയ അള്ളാഹുവിന് സർവസ്തുതി, വസഖാന വെള്ളം നൽകിയ, വകഫാന നമ്മളൊക്കെ ആവശ്യങ്ങൾ നൽകി സഹായിച്ച, ആവാന നമുക്ക് താമസം നൽകിയ അള്ളാഹുവിന് സർവസ്തുതി. ഫക്കം മിമ്മൻ ലാ കാഫിയല, യാതൊരു സഹായിക്കാൻ ആരുമില്ലാത്തത്ര ആൾക്കാരുണ്ട്. വല മൂവിയ, ഒരു കിടക്കാൻ സ്ഥലമില്ലാത്ത എത്ര മനുഷ്യന്മാർ ലോകത്തുണ്ട്. എവിടെ അതൊക്കെ നമുക്ക് നൽകിയ അള്ളാഹുവിന് സർവസ്തുതി എന്ന് നബി തങ്ങൾ കിടക്കാൻ പോകുമ്പോൾ പറയുമായിരുന്നു. എല്ലാം കൂടെ ചെല്ലാമാണെങ്കിൽ നിങ്ങൾക്ക് കഴിയണമെന്നില്ല, തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾക്ക് പറ്റണ ചെല്ലുക. മനുഷ്യൻ്റെ ജീവിതത്തിന് ഏറ്റവും ആവശ്യപ്പെട്ട കാര്യമാണ് ഭക്ഷണം, വെള്ളം, താമസം. അപ്പോൾ ഉറങ്ങണ നേരത്താണെങ്കിലും ഉറക്ക് പറഞ്ഞ സാധനം ഉണ്ടാണെങ്കിൽ ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം. ഉറക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യുമ്പോൾ മാത്രം ഉണ്ടാകുന്ന സാധനമാണ് ഉറക്ക്. മനുഷ്യന് ദാഹിച്ച് നോക്കണം, ഉറക്കുണ്ടാവില്ല. മനുഷ്യന് വിശന്ന് നോക്കണം, ഉറക്കുണ്ടാവില്ല. നന്നായിട്ട് അവിടെ വെച്ചാൽ രാത്രി ഒരു പൊടി നിങ്ങൾ കണ്ണുറങ്ങൂല, ഒരു പൊടി പോലും നിങ്ങൾ ഉറങ്ങൂല, കണ്ണടക്കൂല. അതുമായിട്ട് ക്ഷീണിച്ച് ഉറങ്ങിയാൽ ഉടനെ തന്നെ വിശന്നിട്ട് ഉണരും. ദാഹിക്കുന്ന മനുഷ്യൻ ക്ഷീണം കൊണ്ട് കുറച്ചു നേരം ഉറങ്ങിയെന്ന് വരും, പക്ഷെ അവൻ ദാഹം സഹിക്കാൻ വയ്യാതെ അവൻ ഉറക്കിൽ നിന്നുണരും. അപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കിടക്കാൻ ചെല്ലുമ്പോൾ പറയായിരുന്നു, അൽഹംദുലില്ലാഹി അല്ലദീ അത്അമനാ വസഖാന വകഫാന വആവാന ഫകം മിമ്മൻ ലാ കാഫിയ ല വലാ മുഅ്വിയ. എല്ലാവരും പറഞ്ഞാട്ടെ, അൽഹംദുലില്ലാഹി അല്ലദീ അത്അമന വസഖാന വകഫാന വആവാന ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഅ്വി. ഒരു സഹായിക്കാനും ആളില്ല, വീടുമില്ല, അങ്ങനത്തെ എത്ര ആൾക്കാരുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുമായിരുന്നു. ഇതൊക്കെ എപ്പോഴാണ് നടക്കുക എന്നറിയോ നിങ്ങളുടെ സുഹൃത്തുക്കളെ? നേരത്തെ ഉറങ്ങുമ്പോഴാണ്. നമ്മൾ ഇശയൊക്കെ കഴിഞ്ഞ് അടുക്കളയ്ക്ക് ഇറങ്ങി, പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി, പിന്നെ 11 മണിയായി. അതിൻ്റെ ഇടയ്ക്ക് കുറേ കഥ പറഞ്ഞ്, കുറേ വാട്സപ്പ് നോക്കി, ഫേസ്ബുക്ക് നോക്കി, കുറേ ഇൻസ്റ്റഗ്രാം നോക്കി, അങ്ങനെ 10 ആയി, 11 ആയി, 11:30 മണിയായി. ഈ കാണുന്ന ഒരു പുണ്യകർമ്മവും നടക്കില്ല. അപ്പോൾ ഉറക്കരാത്ത് നോക്കിയിട്ട് കാര്യമില്ല. കാരണം അപ്പം മൊബൈലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഉറക്കം വരില്ല. പക്ഷേ ദിക്ർ അങ്ങോട്ട് ചെല്ലാൻ തുടങ്ങി അപ്പം ഉറങ്ങും. അപ്പോൾ ഈ കാണുന്ന ദിക്റൊന്നും ചെല്ലാൻ കഴിയില്ല. നേരത്തെ കിടക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇതൊക്കെ ചെല്ലാൻ കഴിയും ചെയ്യും. നേരത്തെ എണീക്കാനും പറ്റും. ഈ പരിശുദ്ധ റമദാനിലാണ് അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. നമുക്കൊക്കെ ജീവിതത്തിലൊരു മാറ്റത്തിന് വേണ്ടി തീരുമാനമെടുത്തൂടെ?
ഒരു മാറ്റത്തിന് വേണ്ടി ഒരു തീരുമാനം എടുത്തൂടെ? നിങ്ങളെന്ത് കാരണം പറഞ്ഞാലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പണിയൊന്നും നിങ്ങൾ എടുത്തിട്ടില്ല, ഞാനും എടുക്കണില്ല. നമുക്ക് വേറെ ഉറങ്ങാൻ പറ്റില്ല. അത് ആൾക്കാർ ഉറങ്ങാത്തൊരു സ്വഭാവം വന്നപ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റാത്തതാണ്. പഴയ കാലത്ത് എല്ലാവരും 9 മണിയാകുമ്പോഴത്തേന് കിടന്നുറങ്ങിയിരുന്നു, 8:30 ഉറങ്ങിയിരുന്നു. അപ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ മേലിലൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നടപ്പാക്കാൻ പറ്റുകയാണെങ്കിൽ വലിയ കാര്യമാണ്. ഞാൻ മുമ്പൊക്കെ കുറച്ച് നേരത്തെ ഉറങ്ങിയ ആളാണ്. ഇപ്പം മനുഷ്യന്മാർ ഉറങ്ങാതെ 12 വരെ ഉറക്കം അറിയാത്തൊരു അവസ്ഥ വന്നു. പക്ഷേ 12 മണി വരെയുള്ള സമയത്തിൻ്റെ ഇരട്ടി മഹത്വമുണ്ട് 12 മണിക്ക് ശേഷമുള്ള സമയത്തിന്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അർദ്ധരാത്രിക്ക് ശേഷം വൻ മഹത്വമാണ്. അർദ്ധരാത്രിക്ക് ശേഷമല്ലേ അള്ളാഹു തആല ആകാശത്തുനിന്ന് ഇറങ്ങി വരും എന്ന് പറഞ്ഞത്. യൻസിലുല്ലാഹു തബാറക വ തആല, അള്ളാഹു സഹറിൻ്റെ നേരത്ത് ഇറങ്ങി വരും. എന്നിട്ട് പറയും ഫഹൽ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറ ലഹു, ആരെങ്കിലും പൊറുക്കനെ തേടാനുണ്ടോ, ഞാൻ പുറത്തു കൊടുക്കും. വഹൽ മിൻ സായിലിൻ, ചോദ്യകർത്താക്കളുണ്ടോ, മാപ്പ് ചോദിക്കണവരുണ്ടോ, റിസ്ക് ചോദിക്കണവരുണ്ടോ, ഒക്കെ ഞാൻ തരാമെന്ന് അല്ലാഹു തആല രാത്രിയുടെ അവസാന ഭാഗത്ത് ഇറങ്ങി വന്ന് ചോദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഈ സഹർ എന്ന് പറഞ്ഞാൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. അത് അർദ്ധരാത്രിൻ്റെ മുമ്പ് ഇല്ലല്ലോ, നമ്മൾ ചോറ് കഴിക്കണ നേരല്ലേ നോമ്പിന്, അത് ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. അപ്പോൾ ഇത് ഇപ്പോൾ തഹജ്ജുദും കൂടി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയൊക്കെയുള്ളത്. തഹജ്ജുദ് മാത്രമല്ല ഈ സുബഹിൻ്റെ മുമ്പുള്ള സമയം എന്ന് പറഞ്ഞത്, അത് ആ സമയത്ത് ഉണരുക എന്നുള്ള മഹത്താണ്, വുളു ഉണ്ടാക്കുക എന്നുള്ള മഹത്താണ്. ആ സമയത്ത് ആകാശത്തേക്ക് നോക്കി ദിക്റില്ല എന്നുള്ളൊരു മഹത്താണ്. ആ സമയത്ത് ഒന്നും ചെയ്തില്ല, കുറച്ച് സ്വലാത്തിൽ കുത്തിരുന്ന് നിൽക്കുക, അത് മഹത്താണ്. കുറച്ച് ഖുർആൻ ഓതി, അതിനേക്കാൾ മഹത്താണ്. ഖുർആൻ ഓതാൻ ഏറ്റവും മുന്തിയ സമയം രാത്രിയോ പകലോ? രാത്രിയിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായ സമയത സഹറിൻ്റെ സമയം, 3 മണി 4 മണി. ആ സമയത്ത് അള്ളാൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൻ്റെ ചിട്ടകളേക്കാൾ ശ്രേഷ്ഠമായ യാതൊരു ചിട്ടി ഒടുക്കൂല്ല, ആർക്കുമില്ല. ലഖദിലക്കാൻ റസൂലില്ലാഹി, നിങ്ങൾക്ക് അള്ളാൻ്റെ റസൂലിൽ നല്ല മാതൃക ഉണ്ട്, ചര്യണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അള്ളാഹു തആല പറയണത്. അള്ളാഹ് പറയാണ് നിങ്ങൾക്ക് മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. 1-2 സ്ഥലത്ത് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ എനിക്ക് വരെ അത് പാലിക്കാൻ പറ്റും. പക്ഷേ എനിക്ക് 12-10 മണിക്ക് ശേഷം ആരും വിളിക്കുകയില്ല കേട്ടോ. 10 മണി കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യനെ നമുക്ക് വിളിക്കുകയില്ല. കാരണം ആൾക്കാർക്ക് അറിയാം 10 മണി കഴിഞ്ഞാൽ മൂപ്പർ എടുക്കില്ല, ഫോൺ എടുക്കില്ല, അതുകൊണ്ട് ആരും വിളിക്കലില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശീലം ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് വരുന്നതിനേക്കാൾ കൂടുതൽ കൂടെ നമുക്ക് വരേണ്ടത്. തിരക്കാണ്, ആൾക്കാർ ഇങ്ങനെ ബന്ധപ്പെടുന്നൊക്കെ വെറുതെ പറയാം. നമ്മളെ ഭാര്യമാർ വരെ വിളിക്കില്ല 10 മണിക്ക് ശേഷം. കാരണം നമ്മൾ 10 മണിക്ക് ശേഷം ഉറങ്ങുമെന്ന് എല്ലാവർക്കും അറിയാം. മക്കൾ വിളിക്കില്ല, കുടുംബങ്ങൾ വിളിക്കില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശീലം അള്ളാൻ്റെ റസൂലിൻ്റെ ചിട്ട എന്ന രീതിയിൽ പരമാവധി എന്ത് ചെയ്യുക, നമ്മൾ ഭക്ഷണം കുറച്ച് നേരത്തെ കഴിക്കുക, വയറ് നിറക്കാതെ കിടന്നുറങ്ങുക. ഇവിടെ എന്ത് ചെയ്യുക, 3 മണിക്കോ 4 മണിക്കോ എണീക്കുക. അപ്പോൾ ഫപങ്കമല്ല കാഫിയ ലഹു വല മുവി, കരുണ ചെയ്യാത്ത ആളുകൾ എത്ര, ഒരു കരുണയും മനുഷ്യൻ്റെ കിട്ടാത്ത എത്ര മനുഷ്യന്മാരുണ്ട് എന്ന്. മരുഭൂമിയിൽ കിടന്നുറങ്ങുന്ന മനുഷ്യന്മാർ, പീഡികത്തിണ്ണയിൽ കിടന്നുറങ്ങുന്ന മനുഷ്യന്മാർ, എത്ര ആൾക്കാരില്ലേ ലോകത്ത്. റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുറങ്ങുന്ന ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ, ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങുന്ന ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ. അത് ഇന്ത്യക്കാട് കൂട്ടുമ്പോൾ അത് കോടിക്കണക്കിനുണ്ടാവും. അപ്പോൾ അല്ലാഹു തആലൻ്റെ റസൂലുള്ളാഹിൻ്റെ ആ ഉറക്കിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ന് ധാരാളം ആളുകൾ വന്ന ദിവസമാണ്. അൽഹംദുലില്ലാഹ്, ശുക്രൻ, ജസാക്കുമുല്ലാഹു ഖൈറൻ ജസാ. അല്ലാഹു നാഫിയായ ഇൽമ് പഠിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു അവൻ്റെ മുത്തഖീങ്ങളിലും സാലിഹീങ്ങളും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ.